എനിക്ക് ലൈവൊക്കെ കുറച്ച് മടിയായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസമായതേ ഉള്ളൂ. ഞാൻ 2-3 ദിവസമൊക്കെ ബസ്സിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കുറച്ച് ബസ്സിലിരുന്ന് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈവ് ഇട്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു മടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബസ്സിലിരുന്നൊക്കെ ലൈവ് ഇട്ടത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മണിക്കൂർ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ലൈവ് ചെയ്തു. അപ്പം കുറച്ച് കുഴപ്പമില്ല, ചെയ്യാമെന്നൊരു ധൈര്യമുണ്ട്. പിന്നെ എനിക്കെൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിപ്പോൾ യൂട്യൂബിൽ എന്താ പറയുന്നത്, യൂട്യൂബിൽ ശിശുവാണ്. എല്ലാ വർഷവും വരും മോള്. 4 വയസ്സ്. ഓക്കെ ഓക്കെ. മക്കളെത്ര, ഒരാളാണോ? നമ്മുടെ അങ്കിത പോയോ? അങ്കിതയുടെ വീഡിയോ ഒക്കെ നല്ല വീഡിയോ ആണ്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകളാണ് പുള്ളി ചെയ്യുന്നത്. മരിയ എലിസബത്ത്. മരിയ എലിസബത്ത് നല്ല അടിപൊളി പേരാണല്ലോ. ലൈവിൽ ഒരാളെ കാണിക്കുന്നുള്ളൂ. 5 ലൈക്കും ഉണ്ട്. ജേസൺ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല. ജേസൺ വന്നു സംസാരിച്ചു, സപ്പോർട്ട് ചെയ്തു. കുഴപ്പമില്ല, അത് സാരമില്ല, അത് വിഷയമില്ല. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അടുത്ത ദിവസം കാണാം. ഞാൻ ഗുഡ് നൈറ്റ് പറയാം കേട്ടോ. ജെയ്സ കുഴപ്പമില്ല ജെയ്സ കേട്ടോ, ഒന്നും സാരമില്ല. കാരണം ജീവിതമല്ല, ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും കുഴപ്പമില്ല. നിങ്ങളേതായാലും വന്ന് ഇത്ര സമയം ജേസനൊക്കെ സംസാരിക്കാനും ഒക്കെ തയ്യാറായല്ലോ. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നല്ലോ, അത് മതി. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ നമ്പറാണ്. ബ്ലൂ, മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഈ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് ഷെയർ ഓപ്ഷനാണ് കാണിക്കുന്നത്. വാട്സാപ്പ് കോളിംഗ് നമ്പർ. എനിക്കത് അറിയത്തില്ല. ഞാൻ എവിടെയാണെന്ന് നോക്കി ഇനി കണ്ടുപിടിക്കണം. ഇങ്ങനെ ബ്ലൂ ഉണ്ടെന്നൊക്കെ ഒരു സംഗതി കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നമ്മൾ തന്നെ സമയം ലൈവിൽ മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. കോളിംഗ് നമ്പർ ജേസൺ ഐ ഹെൽപ്പ് ഇഫ് യു വൺ പ്ലീസ്.
കോണ്ടാക്ട് മീ ഇൻ ദുബായ്. ഓക്കെ ഓക്കെ. മോഡറേറ്റർ